സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൊള്ളിയില്ലേ ഇവൻ? ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ ജോഷുവയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്റെ മാർഗത്തിൽ ചരിക്കുകയും എന്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എന്റെ ആലയത്തെ നീ ഭരിക്കുകയും എന്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. പ്രധാന പുരോഹിതനായ ജോഷുവയും അവന്റെ മുൻപിൽ ഇരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവന്റെ സ്നേഹിതരും കേൾക്കട്ടെ. എന്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ജോഷുവയുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ, 7 മുഖമുള്ള ഒറ്റ കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിന്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും വൃക്ഷത്തണലിലേക്കും ക്ഷണിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു.